മലയാളി വാർത്താഹേടൻ തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്നൊക്കെ പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് 5 കൊല്ലം മുമ്പ് ഇവിടെ നായകന്മാരാരുമില്ല. പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരാളെ എതിരിടാൻ ധൈര്യമില്ലാതിരുന്നുകൊണ്ട് ആണ് വി ഡി സതീശനെ പിടിച്ചാക്കി. വി ഡി സതീശൻ അന്നോട്ടുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കിയാണ് ഒരു ഇമേജ് പിണറായിക്കെതിരെ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവകാശികൾ ധാരാളം. എം പിമാർ മത്സരിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എം പിക്കിപ്പം മുഖ്യമന്ത്രിയാകണം. ചെന്നിത്തലയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ചെന്നിത്തല കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനായിട്ട് ഗണേഷ് കുമാറിന് ഒത്താശ ചെയ്ത് കൊടുത്തയാളാണ്. അപ്പം അന്ന് 2016 ഉമ്മൻചാണ്ടി പോയെങ്കിലും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. കുപ്പായൊക്കെ ധരിപ്പിച്ചിരുന്നായിരുന്നു. 2021 തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാവും. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി കഴിയുമ്പോൾ കളിക്കാതെ ഗാലറിയിലിരുന്ന് കളി കണ്ട നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പദവിയുണ്ട്. ക്യാപ്റ്റനായിരിക്കും, പക്ഷേ കളിക്കളത്തിൽ ഇറക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കളിക്കാനും കളി ജയിപ്പിക്കാനും എല്ലാം വി ഡി സതീശനുണ്ട്. ഇപ്പോൾ കളി ജയിച്ചു കഴിഞ്ഞപ്പോൾ ട്രോഫി വാങ്ങാനായിട്ട് നമ്മുടെ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് ഗാലറിയിൽ നിന്ന് ഇറങ്ങി വന്ന് മേടിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലുള്ളവർ സമ്മതിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറൊരു ആർഗ്യുമെൻറ്റ് പറയുന്നത് KC വേണുഗോപാലാണ് ഫണ്ട് റേസ് ചെയ്ത് ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഫണ്ട് കൊണ്ട് ജയിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ 140 സീറ്റ് നമ്മുടെ നരേന്ദ്രമോദി അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. നരേന്ദ്രമോദിക്ക് പണത്തിന് ക്ഷാമമൊന്നുമില്ലല്ലോ. അപ്പം BJPക്കാരെ പണം ഇറക്കിയാൽ ജയിക്കുമായിരുന്നെങ്കിൽ പണം ഇറക്കിയ എല്ലാ 140 സീറ്റ് അവർ ജയിച്ചത്. അപ്പം പണം ഇറക്കാനും ഫണ്ട് കണ്ടുപിടിക്കാനും KC വേണുഗോപാലിൻ്റെ പരിശ്രമമായിരുന്നു പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി എ സ്റ്റൂപ്പിഡ് ഇഡിയോട്ടിക് ഒബ്സർവേഷൻ. ഇനി അത് അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പണം കൊടുത്തിട്ടാണ് വോട്ട് വാങ്ങിയെന്നുള്ള ഒരു അർത്ഥം കൂടെ വരും. കേരള ജനത എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദന് സപ്പോർട്ടായിട്ട് ഇറങ്ങിയ പോലെ മൊത്തമായിട്ട് ഇറങ്ങുമെന്ന് തോന്നുന്നു ഞായറാഴ്ച. ഇനി ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതൊരു നീളത്തിലുള്ളൊരു പൊടിയെറിഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ശനിയാഴ്ചയോടുകൂടി അല്ലെങ്കിൽ വെള്ളിയാഴ്ച നാളെ രാത്രി തന്നെ മിക്കവാറും പ്രഖ്യാപിക്കും ചീഫ് മിനിസ്റ്റർ ആരാണ്.